പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സെയിൽസിലെ പ്രഷറിനെ കുറിച്ചാണ്. FMCG ഫീൽഡ് ആയിക്കോട്ടെ, മറ്റ് മേഖലകളിലൊക്കെ പ്രഷർ അനുഭവിക്കാത്ത ആളുകൾ വിരളമായിരിക്കും. പല ആളുകളും ജോലി മാറാനായിട്ട് പറയുന്ന കാര്യവും പ്രഷർ തന്നെയാണ്. ഞാൻ FMCG ഫീൽഡിലാണ് 22 വർഷമായിട്ട് ജോലി ചെയ്തിരുന്നത്. അതിൽ തുടക്കം മുതൽ തന്നെ പലവിധമായ പ്രഷറുകളിലൂടെയാണ് ഞാൻ വളർന്നത്. കാരണം ഇത് നമുക്കറിയാതെ നമ്മളിലേക്ക് വരുന്ന ഒന്നാണ് ഈ പ്രഷർ എന്ന് പറയുന്നത്, സെയിൽസിന്റെ പ്രഷർ. അതിങ്ങനെ പലരും പറഞ്ഞു, നമ്മളും അത് ആവർത്തിക്കുകയാണ്. ഇപ്പൊ നാട്ടിലൊക്കെ കമ്പനികളിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്തവർക്കും അറിയാം. ഗൾഫ് മേഖലകളിൽ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലൊക്കെ വല്ലാതെ സിഗരറ്റ് വലിക്കും ആൾക്കാർ. ഇപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല എന്നാണ് ആൾക്കാർ പറയാറ്. എല്ലാ മേഖലകളിലും ഉണ്ട്. ചവിട്ട്, പ്രഷർ, പല പേരുകളിലാണ് ആളുകൾ അതിനെക്കുറിച്ച് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ബർദുബായിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യാണ്. ബർദുബായ് കറാമ ഏരിയയിൽ. എൻ്റെ കയ്യിൽ കുറച്ച് ജ്യൂസ് ഉണ്ട്, നോൺ ആൽക്കഹോളിക് ബിയർ ഉണ്ട്. റൂട്ട് 2004 കാലഘട്ടമാണ്. പേരിനുണ്ടാക്കിയിട്ടുള്ള റൂട്ടാണ് തുടക്കത്തിൽ വരുന്നത്. അന്നത്തെ സൂപ്പർവൈസർ ബൾക്കായിട്ട് സാധനങ്ങൾ കൊണ്ടെടുക്കാൻ ഒരു മാർക്കറ്റ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിരുന്നു. ഈ കിട്ടുന്ന ഓഫർ അവിടുത്തെ കഫ്റ്റേരിയ കൊടുക്കാനായിട്ട് തന്നാണ്. ഇത് കമ്പനിയുടെ ഓഡിറ്റർ വിഭാഗം പിടിച്ചു. അതിലൊക്കെ പല കഥകളും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതുവരെ ഒരു 3-4 മാസം സെയിൽ നടക്കുക എന്ന് പറഞ്ഞത് ഇദ്ദേഹം പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇറാനിലേക്ക് പോകുന്ന സാധനമാണ്. ദുബായിൽ നിന്ന് ഇവിടെ അങ്ങ് ബൾക്ക് കൊണ്ടുപോയിട്ട് ഇറക്കുക, ഓരോ കടയുടെയും പേരിൽ ബില്ലടിക്കുക, ടാർഗറ്റായി കമ്മീഷൻ കിട്ടും. അവിടുന്ന് ഇത് പിടിച്ചതിന് ശേഷം റിയാലിറ്റി ബേസിൽ നമുക്ക് ഇത് കച്ചവടം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ റൂട്ടിൽ പോയിട്ടുള്ള എളുപ്പപ്പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ എളുപ്പമുള്ള മാർഗത്തിലൂടെ നമ്മൾ പോവാം. പിന്നീട് കടുത്ത റിയാലിറ്റികളെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രഷറുകൾ, അതിൻ്റെ തുടർ പ്രക്രിയകൾ. ഈ സൂപ്പർവൈസറെ മാറ്റി പുതിയ ആൾ വരുന്നു. നിരവധിയാണ് പ്രഷറുകൾ നമ്മുടെ മേത്തേക്ക് വരുന്നു. സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം, പുതുതായിട്ട് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കച്ചവടം ചെയ്തു, അയാളുടെ മുകളിൽ തെറി കിട്ടുമ്പോൾ അയാൾ നമ്മളിലേക്ക് തരും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യേണ്ട അറിയാതെ മാർക്കറ്റിൽ കടന്ന് കൂടുതൽ പ്രഷറോടുകൂടി കടകളിൽ പോവും. രാവിലെ ഒരു കടയിൽ കയറും, ആ കടയിൽ നിന്ന് തിരിച്ചടി കിട്ടും. ഇതിനെ പിന്നീട് ഏരിയ കുറച്ചുകൂടിയൊക്കെ അഡാപ്റ്റ് ചെയ്തു. നമ്മൾ തന്നെ അതിജീവനത്തിനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്ന പോലെ നമ്മുടേതായ രീതികൾ കണ്ടെത്തിയിട്ടാണ് ഈ സെയിൽ ചെയ്തത്. പിന്നീട് സെയിൽസ്മാനിൽ നിന്ന് സൂപ്പർവൈസറായി മാനേജറും ജനറൽ മാനേജർ വരെയൊക്കെ എത്തുമ്പോൾ ഓരോ ജോലിയിലും ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയണ പോലെ നമ്മൾ ഓരോ സംഭവങ്ങളിൽ നമ്മൾ വിചാരിക്കും അപ്പുറത്തെ ജോലി കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ എത്തുന്തോറും നമ്മുടെ ടെൻഷനും പ്രഷറുകളും വെവ്വേറെയും കൂടുതലായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ സെയിൽസിലെ പ്രഷർ ഇന്ന് പുതിയ കാലഘട്ടം, നമ്മൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ UK പോലെയുള്ള പുരോഗമനമായി നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇവിടങ്ങളിലെ സെയിൽസ് ടെക്നിക്കും നമ്മുടെ ഗൾഫ് മേഖലയിലെയും ഇന്ത്യയിലെയും ടെക്നിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പരമ്പരാഗതമായി തുടർന്ന് വന്ന രീതി, യൂറോപ്യൻസ് ആയിട്ടുള്ള തൊലി വെളുത്ത ആൾക്കാരോട് ഉണ്ടാവുന്ന അടിമത്ത മനോഭാവം ഉണ്ട്. അവർ പഠിപ്പിച്ച കാര്യങ്ങൾ അന്ധമായിട്ട് നമ്മൾ പിന്തുടരാണ്. യഥാർത്ഥത്തിൽ പ്രഷറിന്റെ ആവശ്യമുണ്ടോ? പ്രഷറിലാണോ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കാണ് സെയിൽസിന്റെ പ്രഷർ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ഈ പ്രഷർ എടുത്തത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇത് പ്രഷർ കൊടുക്കുന്ന ആളും ചിന്തിക്കണം, നമുക്ക് പ്രഷർ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിജീവിക്കാം. ഇതാണ് ഇവിടുത്തെ കാര്യം. ഇപ്പൊ ഞാൻ ഒരു സെയിൽസ്മാനാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്കറ്റ്, ആ മാർക്കറ്റിൽ ഞാൻ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ അരി അടക്കമുള്ള അരി, അതേപോലെ റൈസിന്റെ പൗഡേഴ്സ്, മറ്റ് ഐറ്റംസ് ആണ്. ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള മാർക്കറ്റ് ഇപ്പൊ മിനി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. മിനി മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റുകളും ഉണ്ട്. B ക്ലാസ്
ക്ലാസ്സുകൾ. ഒരു 10 കട വീതം 6 ദിവസം 60 കോൾ എനിക്കുണ്ട്. ഈ 60 കോളുകളിൽ ഞാൻ പെർഫോം ചെയ്യുന്നതിന് ഒരു ടാർഗറ്റ് കമ്പനി നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ ടാർഗറ്റ് ഞാൻ ചെയ്യണം. ഈ എനിക്ക് എത്ര ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ട്. അതിന്റെ എക്സ്ട്രാ ഉള്ള ആക്ടിവിറ്റികളും അതേപോലെ എന്തൊക്കെ ചെയ്താൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്ലാൻ ചെയ്യണം. അപ്പൊ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ആദ്യം പ്രഷർ എടുക്കാതിരിക്കുക എന്ന ഒരു പരിപാടി എനിക്ക് പറ്റും. പ്ലാനുകൾ കടലാസിൽ മാത്രം എഴുതി ചെയ്താലും പോരാ. നേരത്തെ ഈ മോട്ടിവേഷണൽ പുസ്തകം വായിച്ചിട്ട് ജീവിതം തകർന്നു പോയി എന്ന് പറയുന്ന ഒരു മുഹൂർത്തം ഉണ്ടായി. ഈ ഓഡിറ്റേഴ്സ് പിടിച്ച് മാപ്പൊക്കെ എഴുതി കൊടുത്തിട്ട് വീണ്ടും ആ സെയിൽസ് ജോലി തുടങ്ങിയപ്പോൾ ഒരു മോട്ടിവേഷൻ പുസ്തകം കിട്ടി. അപ്പോൾ വീണ്ടും ഒരു പുതിയ അർത്ഥമൊക്കെ തുടങ്ങി. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായി നടന്നില്ല. ജീവിതത്തിൽ പ്രായോഗികതയുള്ളതേ നടക്കുള്ളൂ. നമ്മൾ വലിയ പ്ലാനുകളൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ട് മോട്ടിവേഷണൽ ആളുകളുടെ ക്ലാസ്സുകൾ കേട്ടോണ്ടോ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് തുടർച്ച ഉണ്ടാവാത്തതിന്റെ കാരണം നമ്മൾ റിയാലിറ്റികളിൽ നിന്ന് അകന്നു നിൽക്കും. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കും. അത്ഭുതങ്ങളെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ അത്ഭുതം നടക്കാനായിട്ട് പ്രതീക്ഷിക്കരുത്. അത് പല സാഹചര്യങ്ങളിൽ പലർക്കുമായി നടക്കുന്ന ഒരു സംഭവമാണ്. പല ഘടകങ്ങളും അവിടെ ഒത്തിറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പെർഫോമൻസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത്തരം കോളുകൾ കിട്ടുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാം എന്നുള്ള ABC, അതിന് പല പ്ലാനുകൾ കൂട്ടാം. അവിടെ നമ്മൾ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രഷറിനെ എൻ്റെ ഉള്ളിലേക്ക് എടുക്കാതെ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി വിനിയോഗിക്കും എന്നതാണ് ആദ്യത്തെ കാര്യം. ഞാൻ അതിനായിട്ട് ഇറങ്ങുന്നു. കാരണം ഞാൻ ഈ പ്രഷർ എടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ സംസാരത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആരാണോ ബയ്യർ അവിടെ ഇരിക്കുന്നത്, ഈ ബയ്യറുമായിട്ട് എനിക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാനോ അയാളോട് കാര്യങ്ങൾ പറയാനോ എനിക്ക് സാധിക്കും. അപ്പൊ ഞാൻ വളരെ കൂളായിട്ടിരിക്കണം. അതിപ്പോ സൂപ്പർവൈസർ വിളിച്ചോട്ടെ, മാനേജർ വിളിച്ചോട്ടെ, അടിസ്ഥാനപരമായ നമ്മുടെ പ്രശ്നം നമ്മുടെ ഭയമാണ്. നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നതാണ് അതിനാദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഈ കമ്പനി വിട്ടാൽ നമ്മുടെ ജീവിതം ഇതോടുകൂടി കഴിഞ്ഞു എന്ന ചിന്ത, ഈ ചിന്തയാണ് നമ്മളെ ഈ കമ്പനിയിലെ പെർഫോമൻസിൽ നിന്ന് തടയുന്നത്. നമ്മൾ മനസ്സിലാക്കില്ല. ആര് വേണമെന്ന് വിളിച്ചോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഭയന്ന് എത്ര കാലം ഓടും, എവിടേക്ക് ഓടും? ഈ കമ്പനിയിൽ നിൽക്കുമ്പോൾ നമുക്ക് A എന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി Bയിലേക്ക് പോകുമ്പോൾ Bയിലെ കാര്യം അവിടെ കിടപ്പുണ്ട്. B അത്ര എളുപ്പമായിരിക്കില്ല. സാലറി കൂടുതലുണ്ടാവും, നമുക്ക് പോസ്റ്റ് കിട്ടുന്ന അതിനനുസരിച്ച് പ്രഷർ ഉണ്ട്. നമ്മൾ വെറുതെ വിചാരിക്കുകയാണത്. ഇപ്പൊ വളരെ ചുരുക്കം കമ്പനികളെ അങ്ങനെ പ്രഷർ ഇല്ലാത്ത കമ്പനികളായിട്ടുള്ള, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റി നമുക്ക് ഉണ്ടാവും. നമ്മൾ എളുപ്പപ്പണികൾ നോക്കും തോറും നമുക്ക് കുഴപ്പങ്ങൾ വരുന്നതിന്റെ കാരണം നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ സുഖമായി ഇരിക്കാൻ പരിശീലിച്ചാലേ നമുക്ക് ഈ ഓട്ടം നിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭാഗ്യത്തെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ ഈ കോളുകളിലേക്ക് ഞാൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം കഴിവ് ഞാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അവരുമായിട്ട് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണം. എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവണം. അതിന്റെ പരമാവധി ശ്രമിച്ചിട്ട് ഞാൻ കൂളായിട്ട് തന്നെ എൻ്റെ കമ്പനിയിൽ എൻ്റെ വൈകാരികമായ വിക്ഷോഭങ്ങളെ പുറത്തേക്ക് കാണിക്കേണ്ട. അതിനർത്ഥം സൂപ്പർവൈസർ ചീത്ത പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക എന്നല്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് അത് ബാധിക്കാതിരിക്കണം. അത് പറഞ്ഞോട്ടെ, വളരെ കൂളായിട്ട് ഒരു കാപ്പി കുടിച്ചുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആ തെറി നമ്മുടെ പറയുന്ന ഒരു ബാത്റൂമിലേക്ക് നമുക്ക് ഫ്ലഷ് അടിച്ച് കളയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സന്തോഷം, അതേപോലെ നമ്മുടെ ആനന്ദം, നമ്മുടെ ദുഃഖം, ഇതെല്ലാം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരായിരിക്കും. നമുക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടുമ്പോൾ മാത്രം നമ്മൾ സന്തോഷിക്കുക. അങ്ങനെ എത്ര കാലം നമുക്ക് പറ്റും? എപ്പോഴും നമുക്ക് അപ്രീസിയേഷൻ കിട്ടും? നമുക്കവിടെ ചീത്ത കിട്ടും. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളായില്ല. നമുക്കറിയാം, നമ്മുടെ മാക്സിമം ശ്രമിച്ചിട്ട് നമ്മൾ ന്യായീകരിക്കാനൊന്നും കണ്ട ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ശരി, ഓക്കെ. ഈ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ബാധിക്കാതെ, കാരണം അവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പറയണ്ട സെയിൽസിന്റെ ടെൻഷൻ അവിടെ കമ്പനിയിൽ വെക്കാൻ പറ്റണം. അതല്ല, അതുകൊണ്ട് നടന്നുകൊണ്ട് എന്താ കാര്യം? ബാക്കി കാര്യങ്ങൾ വരട്ടെ. നമ്മൾ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെയിൽസിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ബാക്കി ഭാഗങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ മാറ്റുകയോ നമ്മളോട് മാറി നിൽക്കാനോ പറയുമ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ പറ്റും. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകും, നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കള്ളത്തരമില്ലാതെ സംസാരിക്കാം. നമ്മുടെ കഴിവ് കേടുകൊണ്ട് അല്ല ആ ജോലി പോയിട്ടില്ല, നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി പറ്റും. കാരണം
നമ്മുടെ മുകളിലിരിക്കുന്ന ആള് അയാളുടെ പല കാര്യങ്ങളെയും മറയ്ക്കാനായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മേത്ത് അവര് ബ്ലെയിം ചെയ്യും. അത് നമുക്ക് തകർക്കാനൊന്നും പറ്റില്ല. നല്ല ആളുകളാണെങ്കിൽ അങ്ങനെയല്ല, നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് അവർ പോവാം. അപ്പൊ എന്താണെങ്കിലും എന്നും ഒരാളെ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ മുകളിലെ ആളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ചമച്ച അടിച്ച് നടക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ടാവും മാനേജറുടെ ഒക്കെ പുറകിലായിട്ട്. ഇവർക്ക് അധികകാലം പെർഫോം ചെയ്യാനൊന്നും പറ്റാറില്ല. അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനൊക്കെ പരിധി ഉണ്ടാവുന്നതിന്റെ കാരണം അതാ. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കും, അതിനെ മാക്സിമം ചെയ്യാനായിട്ട് നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്, ഗ്രഹപാഠം ചെയ്തിട്ടുണ്ട്, നമ്മളത് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ പ്രഷറിനെ മറികടക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇത്തരം പ്രഷറുകളൊക്കെ എടുത്ത് നമ്മൾ എന്തിനായി പ്രഷർ എടുക്കുന്നത്? നന്നായി ജീവിക്കാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെറുപ്പ സമയങ്ങളിൽ നടന്നു പോകുമ്പോൾ ഒരു സന്തോഷവും ഇല്ലാതെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെ എത്താൻ പറ്റും? നമുക്ക് പല രോഗങ്ങളും പിന്നീട് ഉണ്ടാവും. മാത്രമല്ല, ഈ പ്രഷർ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും, നമ്മുടെ പെരുമാറ്റങ്ങളെ ബാധിക്കും. മറ്റുള്ള ആളുകളായിട്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് നമുക്ക് നന്നായി പെരുമാറാൻ പറ്റില്ല. നമ്മൾ എന്നിട്ട് പറയും ഓഫീസിലെ തിരക്കാണ്, ഓഫീസിലെ പ്രഷറാണ്. എന്തിന്? ജീവിക്കാനാണ്, ജീവിതമാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിൽ നന്നായി നമുക്ക് പെരുമാറാനും അവിടെ നമുക്ക് നന്നായി നിൽക്കാനും പറ്റുന്നിടത്ത് നമ്മുടെ വിജയം അളക്കുന്നത്. അല്ലാണ്ട് സെയിൽസിൽ ഉണ്ടാവുന്ന നമ്പേഴ്സ് മാത്രമല്ല. തീർച്ചയായിട്ടും അത് വേണം, കൃത്യമായി പെർഫോം ചെയ്യണം. പക്ഷെ നമ്മൾ അതിനെ എടുത്തു കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ല എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, നല്ല ഒരു മാനേജർ അല്ലെങ്കിൽ നല്ലൊരു കമ്പനി റിയാലിറ്റി ബേസിലാണ് ചെയ്യുക. ഇന്ന് വിദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സെയിൽസിന്റെ ടെക്നിക് രീതി അതാണ്. ഇല്ലാത്ത പ്രഷർ കൊടുത്തിട്ടല്ല, വർക്ക് ചെയ്യുന്ന ആൾക്ക് കോൺഫിഡൻസോട് കൂടി അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുക, റിയാലിറ്റി ബേസിൽ നിന്നുകൊണ്ട് അയാളുടെ ഒപ്പം നിന്നുകൊണ്ട് അതിനെടുക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത ഇല്ലാത്ത പ്രഷർ കൊടുത്തുകൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ പഴയ രീതികളിൽ നിന്നുള്ള മാറ്റം സമൂഹം ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രഷറിലും വിടാതെ നമ്മുടെ ജീവിതം, നമ്മുടെ സന്തോഷം അത് മറ്റുള്ളവരല്ല നിർണ്ണയിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എന്നെ കേട്ടിരുന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.